ഇപ്പോ ശിവരാത്രി വരുന്നുണ്ടല്ലോ. പലരും ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഈ ശിവരാത്രിയും സൃഷ്ടാവായ ദൈവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിഞ്ഞ് നമ്മളത് ആചരിക്കുന്നതിന് തെറ്റുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ചിലരുടെ സംശയം. എന്റെ ഈ മെസ്സേജുകളെല്ലാം സ്ഥിരമായി കേൾക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി കാണും, അറിയുകയും ചെയ്യാം, തിരിച്ചറിവ് വന്നു കാണും. പക്ഷെ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പിന്നെയും പിന്നെയും വരുന്നത് കൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിനെല്ലാം മുകളിലേക്ക് ഉയർന്ന് അല്ലെ അടുത്ത തലത്തിലേക്ക് വളർന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന കുറെ ശക്തികളുണ്ട്. അതിനെയൊക്കെയാണ് ഞാൻ ഈ പൈശാചിക അസുര ശക്തികൾ എന്ന് പറയുന്നത്. ഇവരൊരിക്കലും ഒരു മനുഷ്യനെയും അവന്റെ ആത്മീയം അല്ലെങ്കിൽ അവന്റെ ആത്മാവിനെ വലിയ മുകളിലോട്ടുള്ള തലത്തിലേക്ക് വളർന്നു വരാൻ സമ്മതിക്കില്ല. ആദ്യമായി ഇവർ നമ്മുടെ മനസ്സിൽ തരുന്ന തോന്നൽ, നമ്മൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ നിർത്തലാക്കും, ഇത് നിർത്തിയ അത് പിന്നെ ഒരു തെറ്റായി പോവുമോ, ശരിക്കും സൃഷ്ടാവ ദൈവത്തെയൊക്കെ മനസ്സിലായി എങ്കിലും ഈ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ചെയ്യണ്ടേ, ഈ ശരി അല്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്ന ഒരു ടെൻഷനും ഒരു ഭയവും ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഈ അസുര ശക്തികൾ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇങ്ങനെയുള്ള മത ആചാരങ്ങളിലോ അല്ലെങ്കിൽ ചടങ്ങുകളിലോ ഒക്കെ മുഴുകിയ നമ്മൾക്ക് ഇതൊക്കെ വിട്ടിട്ട് ഇതിന്റെ മുകളിലത്തെ തലത്തിലേക്ക് നമുക്ക് പോകാൻ ഒരിക്കലും മനസ്സ് വരൂല. അത്രത്തോളം നമ്മുടെ മനസ്സിനെ പുറകോട്ട് തന്നെ അല്ലെങ്കിൽ നിന്ന ആ ഒരു ലെവലിൽ തന്നെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് സ്വാഭാവികമാണ്. അപ്പൊ അത്തരക്കാർക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് പോലുള്ള വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞാല് അവരുടെ മനസ്സ് ഉയർന്നു വരുള്ളൂ. കാരണം അവരുടെ പിടി അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികളുടെ ആ ഒരു പിടി നമ്മുടെ മനസ്സിനെയൊക്കെ അത്ര കണ്ട് സ്വാധീനിച്ച് വളരാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഇനി ശിവരാത്രിയുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണ്, ശരിക്കും എന്തിനാണ് ശിവരാത്രി? അത് നോക്കുമ്പോൾ തന്നെ പല പല കഥകളാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ശരിക്കും ഇന്ന ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം പലയിടത്തും പല കഥകളാണ് പറയുന്നത്. ഇനി ഇത് കഥകൾ എങ്ങനെ ഉണ്ടായി വന്നു? ഇതൊക്കെ പണ്ടുള്ള ആൾക്കാര് ഒരു ആത്മീയ വളർച്ചയോ ഒരു അറിവോ ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ശിഷ്യർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറയുന്ന ചില ഭാവന കഥകളാണ് പിന്നീട് ഇത് വലിയ വലിയ നടന്ന സംഭവം പോലെയൊക്കെ ആയി വരുന്നത്. ഇതിന് പിന്നിലുള്ള കഥ നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോ എന്റെ മെസ്സേജുകൾ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ചിരിയും വരും, ഒരു കൺഫ്യൂഷനും വരും. ഇനി ഒരു കഥ, ഈ പാലാഴി മദനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ ഭൂമിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡയമെൻഷനിലോ ഉള്ള സംഭവങ്ങളല്ല. മറ്റ് ഡയമെൻഷനിൽ ഇല്ലെങ്കിൽ മറ്റ് ഏലിയൻസുകൾ മനുഷ്യരാശിക്ക് മുന്നമേ ചെയ്തു വെച്ചാൽ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്ത എന്തോ ഒരു കാര്യത്തെ ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യരാകുന്ന ആ ഋഷിവര്യന്മാർ ശിഷ്യർക്ക് ഒരു അമാനുഷികം പോലത്തെ ചില കഥകളിലൂടെ ഈ ഒരു തത്വം പറഞ്ഞു വെക്കുന്നതായിരിക്കും. കഥ ഒരു മനുഷ്യൻ ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുമ്പോഴാണ് ഇത് ഒരു ഭയങ്കര സംഭവമായിട്ട് മനുഷ്യർക്ക് തോന്നുന്നത്. കാരണം ഭൂമിയിൽ നടക്കുന്ന മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന ലെവലിൽ ഒരു കഥ ഉണ്ടാക്കിയാൽ ഇത് ഒരു സാധാ കഥയായി പോകും. അപ്പം ഇതിനെക്കാട്ടിയും വലിയ തലത്തിൽ ഏതോ ഒരു ഡയമെൻഷൻ, ഏതോ ഒരു തലത്തിൽ നടന്ന ഒരു അമാനുഷിക സംഭവത്തെ മനുഷ്യന് മനസ്സിലാവുന്ന ലെവലിൽ ഉരുത്തിരികി ഉണ്ടാക്കിയ ചില ഭാവന കഥകളാണ് ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള കഥകൾ. അപ്പൊ ഇങ്ങനെയുള്ള ചില കഥകൾ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ഈ കഥകൾ എങ്ങനെ അവിശ്വസിക്കാനും പറ്റൂല. കാരണം പണ്ടുള്ള കാലത്ത് മനുഷ്യരൊക്കെ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ മറ്റു ഗ്രഹങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് ഡയമെൻഷനിലൊക്കെ വസിക്കാൻ കഴിവുള്ള അമാനുഷികരായ ഏലിയൻസ് അല്ലെങ്കിൽ ദേവന്മാരൊക്കെ ഭൂമിയിൽ വരികയും അവർ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ച് നടക്കുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ തന്നെ ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ മനുഷ്യർക്ക് ആ കാലഘട്ടത്തുണ്ടായിരുന്ന ഈ വിധ ഏലിയൻസ് അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ കഥകളും അവർ ഭൂമിയിൽ വെച്ച് നടത്തിയ സംഭവങ്ങളും അവർ മനുഷ്യരെ ചേർന്നുണ്ടായ കഥകളും ഒക്കെ പണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇത് പണ്ടുള്ള ആൾക്കാരിലൂടെ പറഞ്ഞ് കേട്ടതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നീട് അതിൽ കുറെ മസാലയൊക്കെ മിക്സ് ചെയ്ത് ചില സാങ്കല്പിക കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഥകൾ ഇങ്ങനെ പല രീതിയിൽ ഉണ്ടായി വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്ത്
നല്ല ശരിക്കും ആ ഗുരുക്കന്മാര് മനുഷ്യർക്ക് ഈ വിധ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ബാലിശമായ കഥകളിൽ നിന്നെല്ലാം മനുഷ്യരെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം പണ്ട് ഒരറിവില്ല. അപ്പൊ ഭൂമി എന്താണെന്നോ ചന്ദ്രൻ എന്താണെന്നോ പ്രപഞ്ചം എത്രയുണ്ടെന്നോ അപ്പൊ താഴെ നോക്കി മുകളിലോട്ട് നോക്കും, ഒരു നക്ഷത്രം കാണും, ഒരു ചന്ദ്രനെ കാണും, ഒരു സൂര്യനെ കാണാൻ, അപ്പുറത്തോട്ട് എന്തൊക്കെ ഉണ്ടെന്നൊന്നും മനുഷ്യന് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അന്നത്തെ ആ ലെവലിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ജ്ഞാനത്തിലൂടെ ചില സത്യങ്ങൾ തിരിച്ചറിയുന്ന ഗുരുക്കന്മാർ ഇവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറെ സാങ്കല്പിക കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തും ഇതേ കഥകൾ പിന്തുടരുന്നും കൊണ്ട് ഇത്രയും അറിവും വിവരവും ടെക്നോളജിയും യുക്തിബോധവും ഒക്കെ വികസിച്ച് വരുന്ന ഈ കാലഘട്ടത്തും ഇങ്ങനെയുള്ള ബാലിശം അല്ലെങ്കിൽ സാങ്കല്പിക കഥകളെ ആശ്രയിച്ച് മനുഷ്യരെ തളച്ചിടുന്നതേ ഈ അസുരന്മാരും അല്ലെ പൈശാചിക ശക്തികളുടെ ടെക്നിക്കാണ്. ശരിക്കും ഇവരൊക്കെ ഈ മനുഷ്യർക്ക് ബോധം കൊടുത്തില്ലെന്നൊക്കെ രക്ഷിച്ച് ശരിക്കും സൃഷ്ടാവായ ദൈവത്തിലേക്ക് എത്തിക്കേണ്ടതാണ് ഈ ഗുരുക്കന്മാർ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോഴും ചില ഗുരുക്കന്മാർ ഞാൻ കാണാറുണ്ട്. ശിവരാത്രി എന്നൊക്കെ പറഞ്ഞ് ഈ ലോകം മൊത്തം അംഗീകരിക്കുകയും ഇന്ത്യയിലൊക്കെ ഭയങ്കര ലെവലിൽ നിൽക്കുന്ന ഗുരുക്കന്മാരൊക്കെ വലിയ പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു സാങ്കല്പിക രൂപം, ശിവൻ എന്ന് പറഞ്ഞ രൂപമേ സാങ്കല്പികമായ രൂപമാണ്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ കൈലാസത്തിൽ ശിവൻ എന്ന രീതിയിലാണ് ഇവരും സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ല സൃഷ്ടാവതയും അല്ല. അതിന്റെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കി അതിന്റെ ഫ്രണ്ടിൽ കിടന്ന ഡാൻസും പാട്ടും ബഹളവും അട്ടഹാസവും ഷോയും ഒക്കെ കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ആത്മീയ വളർച്ച ഉള്ള മനുഷ്യരെ പോലും കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് മുരടിപ്പിച്ചുകൊണ്ടാണ് ഇവര് മനുഷ്യരെ പറ്റിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നല്ല മനുഷ്യരെ മോചിപ്പിച്ച് ശരിക്കും പ്രപഞ്ചത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള അറിവ് കൊടുത്തിട്ട് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അജ്ഞാതമായ ഒരു എനർജി, ഒരു ശക്തി ഭൂമിയെ നിർത്തി കറക്കുന്നതും ചന്ദ്രനെ നിർത്തി കറക്കുന്നതും ഈ കോടാനുകൂടി സൂര്യന്മാരെ സൃഷ്ടിക്കുകയും ഇതെല്ലാം അവരുടേതായ അച്ചുതണ്ടിൽ നിന്ന് തെറ്റിപ്പോകാതെ നിന്ന് കറക്കുകയും ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അജ്ഞാതമായ ഒരു അദൃശ്യമായ ഒരു ഭയങ്കര ഒരു എനർജിയാണ് ഈ ദൈവം എന്നുള്ള സത്യം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് ആ ദൈവത്തെ മനസ്സുകൊണ്ട് ഈ എനർജി, ഈ അത്ഭുത പ്രതിഭാസത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാനൊക്കെ വെറും സാധാ മനുഷ്യൻ, നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നതെല്ലാം ഈ അജ്ഞാത ശക്തിയാണല്ലോ എന്ന തിരിച്ചറിവ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെല്ലാം ശരിക്കും മനുഷ്യരെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം സ്ട്രിക്റ്റാക്കി ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ദൈവം തന്നെ ശിക്ഷിക്കുകയും അവരെയൊക്കെ ബോധം വരുത്തിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയ ദൈവം ഇനി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ പലരും ചോദിച്ചത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വ്രതം എടുത്ത് അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞൊക്കെ ഇരിക്കുന്നത് അത് ഇരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഇപ്പൊ സൃഷ്ടാവ ദൈവത്തിന്റെ കോപഭാവത്തെ തണുപ്പിക്കാനായി ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പല ഭാഗത്ത് തെറ്റുകൾ പറ്റുന്നുണ്ട്, അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം തക്ക കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കണം, ഞാൻ സാധാ മനുഷ്യൻ, അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ ആ കോപഭാവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഉപവസിക്കുകയോ രാത്രി ഉറക്കൊഴിയോ എന്തുവേണോ ചെയ്യാം. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ വിധ കെട്ടുകഥകളുടെ അല്ലെങ്കിൽ സാങ്കല്പിക കഥകളുടെ പിറകെ പോയിട്ട് ശിവനെന്നും പറഞ്ഞൊരു സാങ്കല്പിക രൂപത്തെയോ അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന അദൃശ്യ ശക്തികളായ ദേവന്മാരെയോ അല്ലെങ്കിൽ ഏലിയൻസിനെയോ ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതാണ് ദൈവം, ഇവരൊക്കെയാണ് ദൈവമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തു പോയാൽ നിങ്ങളുടെ ആത്മാവ് വളരില്ല, നിങ്ങൾ ഉയർച്ചയിലോട്ട് പോകൂല. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഇങ്ങനെ മുരടിച്ച് ഇതിന്റെയൊക്കെ പിറകെ ഇങ്ങനെ നിൽക്കും. അതിന്റേതായ കഷ്ടങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ അനുഭവിച്ച് ആത്മവളർച്ച ഇല്ലാതെ മുന്നോട്ട് പോവേണ്ടി വരും. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സൃഷ്ടാവായ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, സൃഷ്ടാവായ ദൈവം ഞാൻ പറയുന്നത് വെച്ചാൽ സൃഷ്ടാവായ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. പ്രപഞ്ചത്തെ മൊത്തം നേർത്തുന്ന ഈ ഭയങ്കരമായ ഒരു എനർജി, ഒരു മനസ്സ് പരിപാലിച്ചൊക്കെ കൊണ്ടുപോകുന്ന ഒരു അജ്ഞാത ശക്തി, ഇതാണ് ഞാനീ പറയുന്ന ദൈവം. ഇതാണ് സത്യമെന്നും ഇത് മാത്രമേ ഉള്ളൂ സത്യമെന്നും ബാക്കിയെല്ലാം ആ എനർജിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉപവസിക്കുകയോ ഉറക്കൊഴുകയോ ഒക്കെ ചെയ്യാം. അതിനി മനുഷ്യരുണ്ടാക്കി വെച്ച ഒരു ദിവസം, ഇന്ന ദിവസം ശിവരാത്രി എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ അങ്ങനെ ആ ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം തന്നെ സൃഷ്ടാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ മതത്തിന്റെതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാങ്കല്പിക കഥയിൽ ഇപ്പോഴും കുരുങ്ങി കിടക്കുന്നത് കൊണ്ട് സൃഷ്ടാവ ദൈവത്തെയും കൂടെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ആ പ്രകൃതിയാവുന്ന മനസ്സിനത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഉപവസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം തിരഞ്ഞെടുക്കാം. എത്രയോ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ കോപ മനസ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിലോട് അതിനൊക്കെ ക്ഷമ തരണം, എനിക്ക് നല്ലതാവണം, എന്നിലുള്ള നെഗറ്റിവിറ്റി ഇനിയും കുറയണം, ഞാൻ കൂടുതൽ പോസിറ്റീവ് ആവണം, അതിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉറക്കൊഴിയുകയോ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം.
അങ്ങനെ നിങ്ങൾ എന്നാണോ തിരഞ്ഞെടുക്കുന്നത് അതായിരിക്കണം നിങ്ങളുടെ ശിവരാത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ ചെയ്യാം. പക്ഷെ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ശിശുക്കളായി നിൽക്കുന്ന മതത്തിൽപ്പെട്ട ആത്മനിർഭരയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ മുസ്ലിം മതമായാലും ഇപ്പം ശബരിമലയൊക്കെ പോകുന്നവർ കണ്ടില്ലേ, വ്രതം കൊടുക്കുന്നു, 7 ദിവസം വ്രതം, 41 വ്രതം എന്നൊക്കെ പറഞ്ഞ് കടിച്ചു പിടിച്ചിരുന്നിട്ട് ഈ 41 അങ്ങോട്ട് കഴിയണതും പഴയതിന്റെ ഇരട്ടി തോന്നിയ അവസ്ഥയിലാണ് പിന്നെ ജീവിക്കുന്നത്. മദ്യപാനവും ലഹരിയൊക്കെ ഇരട്ടി 41 ദിവസവും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഒന്നിച്ചാണ് പിന്നെ അതിനുശേഷം അങ്ങോട്ട് ഉപയോഗിച്ച് തീർക്കുന്നത്. അതേപോലെ മുസ്ലിം മതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഉപവാസം എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ മതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപവാസം പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം ഈ 3 നേരത്തെ അല്ലെങ്കിൽ 2 നേരത്തെ ആഹാരവും അതിന്റെ 2 ഇരട്ടിയായിട്ടാണ് പിന്നെ വൈകുന്നേരം ഇരുന്ന് കുത്തിക്കയറ്റി കഴിക്കുന്നത്. അതല്ല ഉപവാസം. മുസ്ലിം മതത്തിൽ അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോമ്പ് എന്നും പറഞ്ഞ് ഉപവസിച്ചിരുന്നിട്ട് വെളുപ്പാരാവിലെ നോമ്പെടുക്കുന്ന മുന്നേ മൂക്ക് മുട്ട തിന്നും. എന്നിട്ട് നോമ്പ് തീർന്ന 6 മണിക്ക് ശേഷം പിന്നെയും മൂക്ക് മുട്ട തിന്നും. നേരെ വെളുക്കണവരെ തീറ്റിയാണ്. എന്നിട്ട് എന്തിനാണ്? രാവിലെ ഉപവസിക്കുകയല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഉപവാസം, അത്രേ ഉള്ളൂ. അതിന് ഈ ഒരു പേരും പറഞ്ഞ് സാധാരണ തിന്ന് മതിക്കണേക്കാട്ടിലും 2 ഇരട്ടി തീറ്റിയാണ് ഈ ഉപവാസ നാളുകൾ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ദൈവത്തെ പറ്റിക്കുന്ന രീതിയിലുള്ള ഉപവാസമാണ്. അതല്ല ശരിക്കുള്ള ഉപവാസവും ഈ നോമ്പും ഒക്കെ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ 2 നേരത്തെ അല്ലെങ്കിൽ 1 നേരത്തെ ആഹാരവും കട്ട് ചെയ്യുക. സാധാരണ കഴിക്കുന്ന പോലെ ആയിരുന്നു പിന്നെയും കഴിക്കണം. അല്ലെ 1 നേരം കട്ട് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഈ 2 നേരത്തെ ആഹാരം കൂടെ ഒന്നിച്ച് കയറ്റാൻ നിൽക്കരുത്. അത് വ്യാജമാണ്. അത് ഒരുമാതിരി ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ത്യാഗം സഹിച്ച് അത് നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒന്ന് ദണ്ണിപ്പിച്ചുകൊണ്ട് ഒന്ന് ശിക്ഷിച്ചും കൊണ്ട് നിങ്ങൾ ഉപവസിക്കുകയോ ഉറക്കമൊഴിഞ്ഞിരിക്കുകയോ ചെയ്യാം. ഉറക്കമൊഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം കിടന്ന് ഉറങ്ങിക്കളയരുത്. ഒരു ദിവസം ഉറക്കം കട്ട് ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം രാത്രി ഉറങ്ങാവൂ. അതുവരെ നമ്മൾ സഹിക്കണം. നമ്മളുടെ ആ ഒരു ഉറക്കത്തെ നമ്മൾ നിയന്ത്രിച്ച് നമ്മളെ തന്നെ ത്യാഗത്താൽ ത്യജിച്ചും കൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എപ്പോഴാണോ ചെയ്യാം, ആർക്കാണോ ചെയ്യാം, എല്ലാം ആ പ്രകൃതിയാകുന്ന ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം തിരഞ്ഞെടുക്കാം, ചെയ്യാം. മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് കഥകളിലും പുരാണ കഥകളിലൊക്കെ പറഞ്ഞ് ഉണ്ടായി വരുന്ന കഥകളിലൊക്കെ ഉണ്ടായി വന്ന ഏതെങ്കിലും ദിവസങ്ങളോ അല്ല തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അന്ന് പ്രകൃതിയായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപവസിക്കുകയോ ഉറക്കൊഴിയുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.